അപ്പോൾ ആ ഒരു വലിയൊരു ഫ്ലൈ ഓവറിൻ്റെ വർക്ക് അതുപോലെ ഫാസ്റ്റായിട്ട് തന്നെ നടക്കുന്നുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ കാണുന്നൊരു കാഴ്ച ഇതാണ്, അതായത് ലെഫ്റ്റ് സൈഡിൽ വർക്ക് നടക്കുന്നുണ്ട് വളരെ ഫാസ്റ്റായിട്ട്. ഫ്രണ്ട്സ്, NH66 പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു പാർട്ടിൽ കാസർഗോഡ് ജില്ലയിലെ ഹൊസങ്കടി മുതൽ ബന്ദിയോട് വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹൊസങ്കടി ഭാഗത്തൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹൊസങ്കടിയിലെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ, ഇപ്പോൾ ഈ കാണുന്നതാണ് ലെഫ്റ്റ് സൈഡിലൊക്കെ ഹൈവേയുടെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഹൊസങ്കടി കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്നൊരു കാഴ്ച ഇതാണ്, അതായത് എന്താ പറയുക, വൺ സൈഡ് ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആണ്, അതിൻ്റെ റൈറ്റ് സൈഡിൽ ടാറിങ് വർക്ക് നടക്കുന്നതേ ഉള്ളൂ. ഇവിടെയും ഇങ്ങനെയാണ്, വൺ സൈഡ് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ആ സൈഡിൽ വണ്ടി വിടുന്നില്ല. നമ്മളിപ്പോൾ പോകുന്നത് ആ പഴയ NH66 റോഡാണ്. പക്ഷേ കേരളത്തിൽ പല സ്ഥലത്ത് NH66 വർക്ക് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തലശ്ശേരി മാഹി ബൈപ്പാസാണ്. തലശ്ശേരി മാഹി ബൈപ്പാസ് ഏകദേശം ഫുള്ള് വർക്ക് ഇപ്പോൾ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ കാണുന്നൊരു കാഴ്ച ഇതാണ്, അതായത് ലെഫ്റ്റ് സൈഡിൽ വർക്ക് നടക്കുന്നുണ്ട്, വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ മണ്ണ് ഫില്ലിങ്ങും അതുപോലെ ലെവലിങ്ങും നടക്കുന്നുണ്ട്. ലെവലിങ് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ മെറ്റൽ വിരിച്ചിട്ടുണ്ട്. ടാറിങ് വർക്ക് ഇവിടെ ആയിട്ടില്ല. എന്നാൽ നമ്മൾ കുറച്ചുകൂടെ മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച നല്ല സൂപ്പറായിട്ട് ടാറിങ് കഴിഞ്ഞു. രണ്ട് സൈഡിലും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വണ്ടികളെല്ലാം ഒരു സൈഡിൽ കൂടെയാണ് ഈ ഒരു സ്ഥലത്തൂടെ വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ സൈഡിലെ ആ ഡിവൈഡർ അതുപോലെ തന്നെ സൈഡ് വോള് ഇതിലൊന്നും പെയിൻറ്റിങ് വർക്കൊന്നും ആയിട്ടില്ല. എന്തായാലും ഈ ഒരു ഭാഗത്ത് ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആണ്. റോഡ് ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആണെങ്കിലും ഇതിൻ്റെ ഫസ്റ്റ് ലെയർ ടാറിങ് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ പറയുക, കുറച്ച് ഒരു സ്മൂത്ത്നെസ് കുറവാണ് ഈ ഒരു ഭാഗത്തൊക്കെ റോഡിൻ്റെ. അപ്പോൾ അങ്ങനെ മുന്നോട്ടാണ്. ഇവിടെ എല്ലാ സ്ഥലത്തും റോഡിൽ കൃത്യമായിട്ട് നിർദ്ദേശങ്ങളുള്ള ബോർഡ് കാണിച്ചിട്ടുണ്ട്, അതായത് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ട് തിരിഞ്ഞ് പോകാൻ വേണ്ടി. കാരണം പല സ്ഥലത്തും വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് സംഭവം എന്നറിയത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാമെന്നുള്ളൊരു അപ്ഡേറ്റ്, സർവീസ് റോഡ് ഓക്കെയാണ്. സർവീസ് റോഡിൻ്റെ ഫുൾ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സെൻറ്റർ ഭാഗത്ത് സൈഡ് വാളിന് കമ്പി കെട്ടി ഇട്ടിരിക്കുന്നത് കാണാം, പക്ഷേ കോൺക്രീറ്റ് ഒന്നും ആയിട്ടില്ല.
പിന്നെ ഇതിൻ്റെ ചില സ്ഥലങ്ങളിൽ സെൻറ്റർ ഭാഗത്ത് ടാറിങ് ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ടാറിങ് ആയിട്ടില്ല കേട്ടോ. മണ്ണ് ഫില്ലിങ് അതുപോലെ ലെവലിംഗ് ഒക്കെ നടന്നു തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ വേറെ ഏതോ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആ ഒരു സ്ഥലത്തിൻ്റെ പേര് ഒന്ന് വായിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ബോർഡിലൊന്നും ഞാൻ കാണുന്നില്ല. നോക്കാം. ഇത് ഉപ്പള. ഈ സ്ഥലത്തിൻ്റെ പേര് ഉപ്പളയാണ് കേട്ടോ. അപ്പോൾ ഉപ്പളയിൽ പറയാനുള്ളൊരു അപ്ഡേറ്റ്, ഇവിടെ ഒരു ഹൈവേ ഫ്ലൈ ഓവർ അല്ലെങ്കിൽ ഒരു എലവേറ്റർ ഹൈവേ ആയിട്ടാണ് ഇവിടെ കടന്നു പോണത്. അപ്പോൾ അതിൻ്റെ പാലം വർക്കിൻ്റെ പണികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഈ കാണുന്ന അപ്ഡേറ്റാണ് ഇവിടെ പറയാനുള്ളത്, പാലം വർക്കിൻ്റെ. അപ്പോൾ ഈ ഒരു ലെവലിൽ വർക്ക് ആയതേ ഉള്ളൂ. എന്തായാലും ഇതൊരു വലിയൊരു ഫ്ലൈ ഓവറാണ്. അപ്പോൾ ആ ഒരു വലിയൊരു ഫ്ലൈ ഓവറിൻ്റെ വർക്ക് അതുപോലെ ഫാസ്റ്റായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ എന്താ പറയുക, ഈ പാലത്തിന് വേണ്ടി അല്ലെങ്കിൽ ഫ്ലൈ ഓവറിന് വേണ്ടി യൂസ് ചെയ്യേണ്ട കോൺക്രീറ്റ് പീസുകളൊക്കെ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഈ കോൺക്രീറ്റ് പീസ് ബന്ധിപ്പിക്കുന്ന ഒരു വലിയൊരു ക്രെയിനാണ്. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു മണ്ണ് ലെവലിംഗ് ഫില്ലിംഗ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നണത് ഇവിടെ ആ ഫ്ലൈ ഓവറുള്ള അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു ഡിലേ ഈ ഒരു ഭാഗത്ത് വരാൻ കാരണം. ഞാൻ വീഡിയോ എടുക്കുന്നത് രാവിലെയാണ്, അതുകൊണ്ടാണ് ലൈറ്റ് കുറച്ച് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ്. ക്യാമറ എത്രത്തോളം വ്യക്തമാവുമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഉപ്പള ടൗൺ കഴിഞ്ഞ് മുന്നോട്ടാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ളൊരു അപ്ഡേറ്റ് ഇതാണ്. അതായത് എന്താ പറയുക, സെൻറ്റർ ഭാഗത്ത് മണ്ണ് ഫില്ലിങ് അതിനോടൊപ്പം ലെവലിംഗ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. ഇവിടെ അങ്ങനെ ഒരു ടാറിങ് വർക്കൊന്നും ആയിട്ടില്ല. സ്ഥലത്തിൻ്റെ പേര് നോക്കാം, ഇലക്ട്രിക്കൽ സ്ഥലത്തിൻ്റെ പേര് ഒന്നും കാണുന്നില്ലല്ലോ. ഇത് ഉപ്പളയാണ് കേട്ടോ, നായാബ് ബസാർ. ഇത് ഉപ്പള നായാബ് ബസാറാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് ഈ കാണുന്നത് തന്നെയാണ്. ഉപ്പള നായാബ് ബസാർ. ഇവിടെയൊക്കെ നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉപ്പള നായാബ് ബസാർ കഴിഞ്ഞ് വരുമ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് വർക്ക് കംപ്ലീറ്റ് ആണ്. ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ട് വണ്ടി വിടുന്നില്ല കേട്ടോ. സർവീസ് റോഡ് ഓക്കെയാണ്. പിന്നെ സൈഡ് വോളിൽ അങ്ങനെ പെയിൻറ്റ് വർക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഞായറാഴ്ച ആയിട്ട് പോലും എന്താ പറയുക വർക്ക് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഒരു പാലമാണ്. ഇതിൻ്റെ അപ്പുറ സൈഡിൽ വേറൊരു പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു പാലത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആണ് അവിടെ. പിന്നെ ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡ് ഓക്കെയാണ്. സെൻറ്റർ ഭാഗത്ത് മണ്ണ് ഫില്ലിങ് അതുപോലെ ലെവലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. കുറച്ചുകൂടെ മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ സെൻറ്റർ ഭാഗത്ത് ടാറിങ് വർക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ മാക്സിമം ഫാസ്റ്റായിട്ട് വർക്ക് പോകുന്നുണ്ട്. ഈ ചെറിയ പാലങ്ങളുടെ വർക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോൾ വർക്ക് കുറച്ച് ഡിലേ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഈ പാലങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ, ബാക്കി എല്ലാ സ്ഥലത്തും ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തൊരു അപ്ഡേറ്റ് പറയാമെങ്കിൽ എന്താ പറയുക, ഈ കാണുന്നതൊക്കെ തന്നെയാണ് അപ്ഡേറ്റ്. ഇപ്പോൾ സൈഡിലെ ബിൽഡിങ്ങുകളൊക്കെ പകുതി കട്ട് ചെയ്ത് മാറ്റിയതായിട്ടൊക്കെ കാണാം, കുറേയൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ സെൻറ്റർ ഭാഗത്ത് എന്താ പറയുക, ഹൈ സ്പീഡ് ട്രാക്ക് വരുന്ന ഭാഗത്ത് മണ്ണ് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹൈവേ കുറച്ച് താഴ്ന്നാണ് പോകുന്നത്, അപ്പോൾ ആ ഒരു ലെവലിലെ മണ്ണ് മാറ്റി അവിടെ ലെവലിംഗ് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സ്ഥലത്തിൻ്റെ പേര് നോക്കട്ടെ. ഈ സ്ഥലത്തിൻ്റെ പേര് ബന്ദിയോട് എന്നാണ്. ഫ്രണ്ട്സ്, ഈ ഒരു പാർട്ട് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ NH66 കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം.